അപ്പോൾ ഇനി അങ്ങോട്ട് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അത് നിശ്ചയിക്കാനുള്ള പോരാട്ടമാണ്. അതിനിടയ്ക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ്, കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഇത് ഈ വരുന്ന ഒരു വലിയ പോരാട്ടത്തെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് കർണാടകയിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് വലിയ ക്ഷീണമാകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ക്ഷീണമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്തരം കളകളെ അപ്പം തന്നെ പറിച്ചെറിയുക എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോവുകയായിരുന്നു. കാരണം സിദ്ധരാമയ്യോട് അടുത്ത് നിൽക്കുന്ന മന്ത്രിയാണ്, സഹകരണ മന്ത്രിയാണ്. ആ സഹകരണ മന്ത്രി രാജണ്ണയുടെ സഹകരണം ആരോടാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. കാരണം ഇതൊന്നും ഇനി ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടന്നിട്ടുള്ളത് എന്ന് പറയുകയും നമ്മുടെ മൂക്കിന് താഴെ നടന്നിട്ട് നമ്മളറിയാതെ പോയല്ലോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ 6 മാസം എടുത്തിരിക്കുന്ന ആ ശ്രമഫലത്തെ, അവിടെ കഷ്ടപ്പെട്ട് അത് പരിശോധിച്ച് കണ്ടെത്തിയ ആ ശ്രമഫലത്തെ, അവരുടെ നേതാവിനെ തള്ളുന്ന പ്രതികരണമാണ് അവിടെ ആ മന്ത്രി നടത്തിയത്. അപ്പോൾ ആ മന്ത്രിക്ക് എന്താണ് പകരം കിട്ടിയത് എന്നറിയാൻ അധികം കാക്കേണ്ടി വരില്ല. അദ്ദേഹം ഏത് ചേരിയിലേക്ക് പോകുന്നു, എവിടേക്ക് സഹകരിക്കാൻ പോകുന്നു എന്നുള്ളത് വൈകാതെ തന്നെ തെളിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഒരു ശബ്ദമായി കാണേണ്ടതുമില്ല. ഇനി ചിലപ്പോൾ ഇനിയും വരാം അപശബ്ദങ്ങൾ ഇത്തരത്തിൽ. പക്ഷെ വളരെ പെട്ടെന്നാണ്. കാരണം ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം രാജിക്കാര്യം, അതായത് സിദ്ധരാമയുടെ അടുത്ത ആളാണല്ലോ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പറ്റില്ല, ഹൈക്കമാൻഡ് പെട്ടെന്ന് രാജി എഴുതി വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. വളരെ വേഗം രാജി എഴുതി വാങ്ങി അത് ഗവർണർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം അപശബ്ദങ്ങൾ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ഭരണഘടനയെ രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം എന്നുള്ളത് ഇപ്പോൾ ബീഹാറിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ആ വിഷയം കൂടി ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ വിഭാഗത്തെ തന്നെ വോട്ട് ചെയ്തതിൽ നിന്ന് മാറ്റി അവരെ പൗരന്മാരല്ലാതാക്കുന്ന വലിയൊരു സൂത്രം കൂടി ഒരു വശത്ത് നടക്കുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും ഓരോ തന്ത്രമാണ്. നമുക്ക് തൃശ്ശൂരിലെ കാര്യം അറിയാം. തൃശ്ശൂരിൽ ഇന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു വീട്ടിൽ 9 പേരുടെ, ആ വീട്ടിലെ അംഗമല്ലാത്ത 9 പേരുടെ പേര് വന്നത്. പക്ഷേ അവർ വോട്ട് ചെയ്തിട്ടില്ല എന്നൊരു ന്യായം അപ്പുറത്ത് പറയുന്നു. അത് അപ്പം തന്നെ തടഞ്ഞു. കാരണം നമ്മൾ അന്ന് കണ്ടതാണ് ആ ബൂത്തുകളിലൊക്കെ ഉണ്ടായ ബഹളം. പക്ഷേ അപ്പോഴും മറ്റ് ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സമയമാകുമ്പോഴേക്കും ഒരു മണ്ഡലത്തിലേക്ക് വരികയും അവിടുത്തെ വോട്ടറായി മാറുകയും ചെയ്ത് വോട്ട് ചെയ്ത ശേഷം അവരെവിടെ പോകുന്നു എന്ന ചോദ്യം ഉറക്കെ ചോദിക്കേണ്ട സമയമാണ്. അതിലെ വലിയ തരത്തിലുള്ള വോട്ടർമാരെ ചേർക്കലുണ്ടായിട്ടുണ്ട്. അതായത് 28,000 പേരെ ചേർത്തു എന്നാണ് അന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നത്. അത് അതായത് BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് വലിയ തോതിൽ വോട്ടർമാരെ ചേർത്തത്. അപ്പോൾ ആ പരിശോധനയിലേക്ക് പോയില്ല. വലിയ തോതിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയപ്പോൾ അത് പുരുഷ വോട്ടർമാരുടെ എണ്ണം ക്രമാതീതമായി കൂടുകയും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ 2019 ലോക്സഭാ സീറ്റിലെ മൊത്തം കണക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ 2024 പുരുഷ വോട്ടർമാർ 1,30,000-ത്തിനടുത്താണ്. സ്ത്രീ വോട്ടർമാർ 80,000 മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളിലേക്ക് അന്ന് രാഷ്ട്രീയ പാർട്ടികൾ കടന്നില്ലല്ലോ എന്നൊരു വീണ്ടും വിചാരം കൂടി അവർ നടത്തേണ്ടത്. കാരണം പ്രാദേശികമായി ഇത്തരം പരിശോധനകൾ എത്രത്തോളം അവർ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഇനിയൊരു വീണ്ടും വിചാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാക്കേണ്ടതാണ്. Meet the editors.